പൈത്തൺ പ്രോഗ്രാമിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പൈത്തൺ ഡാറ്റ ടൈപ്സ്. പൈത്തൺ ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ ഡാറ്റ ടൈപ്പുകൾ ഏതെല്ലാം, അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം. ഡാറ്റ ടൈപ്പുകളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് പൈത്തൺ ലാംഗ്വേജിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ഇതുവരെ നമ്മൾ സിയിലോ C++ലോ ജാവയിലോ ഒക്കെ പഠിച്ച ഡേറ്റ ടൈപ്പുകളും വേരിയബിൾ ഡിക്ലറേഷനും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. മറ്റെല്ലാ ലാംഗ്വേജുകളിലും വേരിയബിൾ അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡിക്ലെയർ ചെയ്യണം അതിൻ്റെ ടൈപ്പ് എന്താണ് എന്നുള്ളത്. എന്നാൽ പൈത്തനെ സംബന്ധിച്ചിടത്തോളം പൈത്തണിലെ വേരിയബിൾ അത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അത് ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കും. വേരിയബിൾ എന്ന് പറയുന്നത് ദീസ് ആർ കണ്ടെയ്നേഴ്സ് which are used for storing values. വാല്യൂസ് അല്ലെങ്കിൽ ഡാറ്റ വാല്യൂസ് സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റോറേജ് സ്പേസിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. എന്നാൽ മറ്റു ലാംഗ്വേജിൽ നിന്ന് വിഭിന്നമായിട്ട് വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് പൈത്തണിൽ ചെയ്യേണ്ടതായിട്ട് ഇല്ല. ഏത് വേരിയബിളും നിങ്ങൾക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ ടൈപ്പ് എന്താണ് എന്നുള്ളത് നിങ്ങൾ പറയേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ആ ടൈപ്പ് ഡിറ്റക്ട് ചെയ്യുന്നതായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ എ എന്ന ഒരു വേരിയബിള്, ഇവിടെ ഞാൻ ക്യാപിറ്റലാണ് കൊടുത്തത്. സാധാരണ അങ്ങനെ കൊടുക്കാറില്ല, കാരണം നെയിമിംഗ് കൺവെൻഷൻ അനുസരിച്ച് ലോവർ കേസിലായിരിക്കും വരുന്നത്. ഇവിടെ A = 4 ഞാൻ അസൈൻ ചെയ്തു. അങ്ങനെ അസൈൻ ചെയ്യുമ്പോൾ അതേ വേരിയബിളിൽ തൊട്ട് താഴെ A = അബു സ്ട്രിങ് അസൈൻ ചെയ്യാം. വീണ്ടും അതിനകത്ത് ഫ്ലോട്ട് അസൈൻ ചെയ്യാം. അപ്പൊ ഇങ്ങനെ അസൈൻ ചെയ്യുമ്പോൾ ഇവിടെ A എന്ന് പറയുന്നത് വേരിയബിളിനകത്ത് ആദ്യം ഒരു ഇൻറ്റിജർ ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്ട്രിങ് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്ലോട്ട്. അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ള ഡേറ്റ ഇതിനകത്ത് അസൈൻ ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും ഇതിനകത്തുള്ള ഇപ്പോഴത്തെ വാല്യൂ? ലാസ്റ്റ് അസൈൻ ചെയ്തതായിരിക്കും ആ നിലയിൽ വരുന്നത്. ബാക്കി രണ്ടിനും എന്ത് സംഭവിച്ചു? അവിടെ A = 4 എന്ന് അസൈൻ ചെയ്യുമ്പോൾ A ഈ 4 എന്ന് പറയുന്ന ഡേറ്റയുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. A 4നെ ഡെസിഗ്നേറ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ A = അബു എന്ന് പറയുന്ന സ്ട്രിങ് അസൈൻ ചെയ്തപ്പോൾ ഈ ലിങ്ക് മാറി. 4 എന്ന് പറയുന്ന ഡേറ്റ അവിടെ എന്തായി? ഫ്രീ ആയി. എയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ A ബന്ധപ്പെടുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്നത് അബു എന്ന സ്ട്രിങ്ങുമായിട്ടാണ്. വീണ്ടും A = 45.3 എന്ന് പറയുമ്പോൾ ഈ അബുവുമായിട്ടുള്ള കണക്ഷനും അല്ലെങ്കിൽ ലിങ്കും നഷ്ടപ്പെടുത്തിയിട്ട് 45.3. അപ്പൊ ഈ 3 അസൈൻമെന്റ് നടക്കുമ്പോൾ മറ്റ് 2 സ്റ്റോറേജും എന്ത് ചെയ്യുകയാണ്? തൽക്കാലത്തേക്ക് ഉപയോഗിച്ചിട്ട് അത് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വേരിയബിളിനെ ഏത് ടൈപ്പ് ഡേറ്റയും നമുക്ക് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ടൈപ്പ് ഡിക്ലറേഷൻ ആവശ്യം ഇല്ല. അതാണ് ഒന്നാമതായിട്ട് പൈത്തണോട്ടുള്ള ബന്ധത്തിൽ ഡേറ്റ ടൈപ്സ് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിയേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എവരി വാല്യൂ ഇൻ പൈത്തൺ ഹാസ് എ ഡാറ്റ ടൈപ്പ്. ഏത് വാല്യൂ ഉണ്ടെങ്കിലും പൈത്തണിൽ അതൊരു ഡാറ്റ ടൈപ്പാണ്, അതൊരു ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. Data types are actually classes and variables are instance of these classes. എല്ലാ ഡേറ്റ ടൈപ്പുകളും പൈത്തണിനകത്ത് ക്ലാസ് എന്നുള്ള കൺസെപ്റ്റ് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ രണ്ടാമത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എല്ലാ ഡേറ്റ ടൈപ്പുകളും ക്ലാസ്സുകളായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. ആ ക്ലാസ്സിന് പല ഫങ്ഷണാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ഫങ്ഷണാലിറ്റീസ് എല്ലാം ആ ക്ലാസ്സുകൾ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഡാറ്റ ടൈപ്പിന്റെ ഒരു ഓബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ക്ലാസ്സിലെ എല്ലാ ഫങ്ഷണാലിറ്റീസും ആ ഓബ്ജക്റ്റിന് ലഭ്യമാവുകയാണ് ചെയ്യുന്നത്. ഇനി ഏതൊരു വേരിയബിൾ കിട്ടിക്കഴിഞ്ഞാലും അതിന്റെ ടൈപ്പ് എന്താണ് എന്നറിയാനായിട്ട് നമുക്ക് ടൈപ്പ് എന്ന് പറയുന്ന ഫങ്ഷൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടൈപ്പ് എന്താണെന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. ഇനി ഏതെങ്കിലും ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ ഈസ് ഇൻസ്റ്റൻസ് എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു ടൈപ്പ് ആണോ എന്നുള്ളത് പരിശോധിക്കാനായിട്ട് സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ
എക്സ് എന്നത് 12 ആയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് ബ്രാക്കറ്റിൽ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സിനകത്ത് 12 ഇരിക്കുന്നുണ്ട്. 12 ഇന്റിജർ ആയതുകൊണ്ട് ഇന്റ് ടൈപ്പ് എന്ന് തന്നെ അത് ഡിസ്പ്ലേ ചെയ്യും. ഇനി എക്സ് ഡോട്ട് ഈസ് ഇൻസ്റ്റന്റ് ഇന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റ് ആണോ, ഇന്റ് ടൈപ്പ് ആണോ, അല്ലെങ്കിൽ ഇന്റിന്റെ ഒരു ഇൻസ്റ്റൻസ് ആണോ എക്സ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ ഈസ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്ന ആ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഇപ്പോൾ ട്രൂ എന്നായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. പൈത്തണിനകത്ത് വേരിയബിൾസ് ഉപയോഗിക്കുമ്പോൾ മറ്റുള്ള ലാംഗ്വേജിൽ നിന്ന് വിഭിന്നമായിട്ട് മറ്റു ചില ഫീച്ചേഴ്സ് കൂടെ ഉണ്ട്. ഒന്ന്, we can assign multiple values to multiple variables within a single assignment. ഒരു അസൈൻമെന്റ് ഓപ്പറേഷനിലൂടെ അനേക വേരിയബിളിൽ അനേക വാല്യൂ കൊടുക്കാനായിട്ട് സാധിക്കും. ഒരു ഉദാഹരണമായിട്ട് ഇവിടെ എക്സ് കോമ വൈ കോമ ഇസഡ് ഈക്വൽ ടു ഓറഞ്ച് ബനാന ചെറി എന്ന് ഞാൻ അസൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു അസൈൻമെന്റ് ഓപ്പറേഷനിലൂടെ 3 വേരിയബിൾസ് അസൈൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നോക്കിയോളൂ, എക്സില് ഓറഞ്ച് അസൈൻ ചെയ്തു, വൈയില് ബനാന അസൈൻ ചെയ്തു, ഇസഡില് ചെറി അസൈൻ ചെയ്തു. ഈ രീതിയിൽ മൾട്ടിപ്പിൾ വേരിയബിൾസ് മൾട്ടിപ്പിൾ വാല്യൂസുമായിട്ട് അസൈൻ ചെയ്യാൻ സിംഗിൾ അസൈൻമെന്റ് ഓപ്പറേഷൻ സാധിക്കും. ഇനി വീണ്ടും ഇവിടെ എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു ഇസഡ് ഈക്വൽ ടു ഓറഞ്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പല അസൈൻമെന്റ് ഒരുമിച്ച് നടത്തിയിരിക്കുകയാണ്. എക്സിനകത്തും വൈക്കകത്തും ഇസഡിനകത്തും എല്ലാത്തിലും ഒരേ സമയത്ത് എന്ത് കൊടുത്തിരിക്കുകയാണ്, ഓറഞ്ച് എന്ന് പറയുന്ന അസൈൻമെന്റ്. ശ്രദ്ധിച്ചോളൂ, എക്സ് എന്ന വേരിയബിൾ അതിൽ ഓറഞ്ച് ആണ്, വൈ അതും ഓറഞ്ച് ആണ്, ഇസഡ് അതും ഓറഞ്ച് ആണ്. ഈ രീതിയിൽ അസൈൻ ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു അസൈൻമെന്റ് ശ്രദ്ധിച്ചോളൂ, വൈ കോമ എക്സ് ഈക്വൽ ടു എക്സ് കോമ വൈ. ഇങ്ങനെയും അസൈൻ ചെയ്യാം. ഇവിടെ അസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഈ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ചെയ്യുന്നത്, ഇവിടെ നോക്കിക്കോളൂ, വൈ കോമ എക്സ് ആണ്, വലതുവശത്ത് കൊടുത്തിരിക്കുന്നത് എക്സ് കോമ വൈ. ഇവിടെ ചെയ്യുന്നത് വൈയിലേക്ക് എക്സും അസൈൻ ചെയ്യും, പിന്നെ എക്സിലേക്ക് വൈയും അസൈൻ ചെയ്യും. അപ്പൊ ശരിക്കും എക്സ് വൈ എന്നുള്ളത് ഇപ്പൊ എന്തായിരിക്കും, എക്സിൽ വൈയും ഇരിക്കും, വൈയില് എക്സ് ഇരിക്കും. ആക്ച്വലി ഇതൊരു സ്വാപ്പിംഗ് നടത്തുന്നതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ നിലയിൽ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് മൾട്ടിപ്പിൾ വേരിയബിളിലേക്കോ, ഇനി ഒരു വാല്യൂ മൾട്ടിപ്പിൾ വേരിയബിളിലേക്കോ, ഇനിയല്ല ഈ രീതിയിലോ അതിന്റെ ഓർഡർ മാറ്റിയോ ഒക്കെ നമുക്ക് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. പൈത്തണിനകത്ത് അതൊരു പ്രത്യേകത. ഇനി നമ്മൾ ഡാറ്റാ ടൈപ്പിലേക്ക് കടന്നു വരികയാണ്. പൈത്തണിന്റെ ഡാറ്റാ ടൈപ്പുകൾ ഏതൊക്കെയാണ്? പൈത്തണിൽ വ്യക്തമായിട്ടുള്ള ഡാറ്റാ ടൈപ്പ് ഡെഫിനിഷനുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൈത്തണിലെ എല്ലാ ഡാറ്റാ ടൈപ്പുകളും ക്ലാസ്സുകളായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഡാറ്റാ ടൈപ്പുകളെ നമുക്ക് ഈ രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഡാറ്റാ ടൈപ്പുകളെ ന്യൂമറിക് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതുകൂടാതെ സീക്വൻസ് ടൈപ്പ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിക്കകത്ത് പല ഐറ്റംസ് ഉണ്ട്. ന്യൂമറിക് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് ഇന്റിജർ ഉണ്ട്, കോംപ്ലക്സ് ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്. അപ്പോൾ 3 ഡാറ്റാ ടൈപ്പ് ഇവിടെ തന്നെ ആയി ന്യൂമറിക്. അതുകൂടാതെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാ ടൈപ്പുകൾ ബൂളിയൻ എന്നൊരു ഡാറ്റാ ടൈപ്പ് ഉണ്ട്, ഡിക്ഷണറി എന്നൊരു ഡാറ്റാ ടൈപ്പ് ഉണ്ട്, സെറ്റ് എന്നൊരു ഡാറ്റാ ടൈപ്പ് ഉണ്ട്. ഇനി സീക്വൻസ് ടൈപ്പിനകത്ത് സ്ട്രിങ്സ് അതൊരു സീക്വൻസ് ആണ്, സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ലിസ്റ്റ് എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ട്, ടപ്പിൾ എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ട്. ഇപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, സാധാരണ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഡാറ്റാ ടൈപ്പുകളിനേക്കാൾ വ്യത്യസ്തതയുള്ള കൂടുതൽ ഡാറ്റാ ടൈപ്പുകൾ ഇവിടെ ഉണ്ട്. ഡിക്ഷണറി, സീക്വൻസ് ടൈപ്പുകളെല്ലാം, സെറ്റ്, അതുപോലെ ലിസ്റ്റ്, ടപ്പിൾ, ഇതെല്ലാം വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റാ ടൈപ്പുകളാണ്. ഒരുപക്ഷെ നമ്മൾ എഴുതുന്ന ഒരു പേജിൽ എഴുതുന്ന കോഡുകൾ ഒറ്റ ലൈനിലേക്ക് മാറ്റി എഴുതാൻ നമ്മെ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള ഡാറ്റാ ടൈപ്പുകളാണ്. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റാ ടൈപ്പുകൾ നമുക്ക് പൈത്തണിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കോഡിങ്ങും ഇതിന്റെ എഫിഷ്യൻസിയും ഒക്കെ കൂടുതൽ വർദ്ധിതമാവുകയാണ് ചെയ്യുന്നത്.
ഇതിലെ ഓരോ കാറ്റഗറി ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ന്യൂമറിക് കാറ്റഗറി നമ്പേഴ്സ് എന്നുള്ള നിലയിൽ നമുക്ക് പൈത്തണിനകത്ത് എന്തൊക്കെ ഡാറ്റ ടൈപ്പുകളാണ് ഉള്ളത്. പൈത്തണ് 3 പ്രധാനപ്പെട്ട ന്യൂമറിക് കാറ്റഗറി ഉണ്ട്. ഒന്ന് ഇന്റ്, അത് പോസിറ്റീവ് നെഗറ്റീവ് ആകാം, സൈൻഡ് ഇൻഡിജേഴ്സ് ആണ് ഇന്റ് എന്നുള്ള ടൈപ്പ്. അതൊരു ക്ലാസ് ആണ്, INT. അതുപോലെ ഫ്ലോട്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് റിയൽ വാല്യൂസ് ആണ്, അതും ഒരു ക്ലാസ് ആണ്, അതൊരു ടൈപ്പ് ആണ്. ഒരു പുതിയ ടൈപ്പ് നമ്മളിവിടെ പരിചയപ്പെടുകയാണ് കോംപ്ലക്സ്. കോംപ്ലക്സ്, അത് കോംപ്ലക്സ് നമ്പേഴ്സ്. എന്താണ് കോംപ്ലക്സ് നമ്പർ? കോംപ്ലക്സ് നമ്പർ നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിൽ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാകും. കോംപ്ലക്സ് നമ്പർ is a number which is in the form a plus ib, where a and b are real numbers and I is root of -1. അപ്പോൾ കോംപ്ലക്സ് നമ്പറുകളിലെ ഡേറ്റയെ അല്ലെങ്കിൽ കോംപ്ലക്സ് ഡേറ്റ, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമുള്ള ഡേറ്റയെ നമുക്കിവിടെ കൈകാര്യം ചെയ്യാൻ കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് ഉണ്ട്. ഇന്റിജർ ഡേറ്റ ടൈപ്പ് നമുക്കറിയാം, ന്യൂമറിക്കൽ വാല്യൂസ് ആണ്, ഫ്രാക്ഷൻ ഇല്ലാത്തത്, പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ നമുക്ക് ഇന്റിജർ ടൈപ്പ് ഉണ്ടാകാം. ഇനി ഈ ഇന്റിജർ ടൈപ്പിൽ തന്നെ നമുക്ക് വകഭേദങ്ങളായിട്ട് ഹെക്സ് വാല്യൂ, ഒക്ടാൽ വാല്യൂ ഒക്കെ നമുക്ക് ഇവിടെ ഇതിനകത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ഫ്ലോട്ട് വാല്യൂ, അതിനകത്ത് ഫ്രാക്ഷൻ ഉള്ളതാണ്. ഫ്രാക്ഷൻ ഉള്ളത് സാധാരണ ഫ്രാക്ഷൻ ആയിട്ട് കൊടുക്കാം, കൂടാതെ എക്സ്പോണൻഷ്യൽ അല്ലെങ്കിൽ സയന്റിഫിക് നൊട്ടേഷനിൽ നമുക്ക് കൊടുക്കാം. അവിടെ നമ്മൾ ഇ ചേർത്ത് കൊടുക്കാം. 2e3 എന്ന് പറഞ്ഞാൽ 2 × 10⁻³ that is equal to 2000. അപ്പൊ ആ നിലയിൽ ഫ്ലോട്ടിംഗ് വാല്യൂസ് നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. കൂടാതെ കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്, അത് എഴുതുന്നത് a plus ib അല്ല. ഇവിടെ അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് റിയൽ പാർട്ട് പ്ലസ് ഇമാജിനറി പാർട്ട് ഫോളോഡ് ബൈ j. ഫോർ എക്സാമ്പിൾ 4 + 3j, 8.0 + 4.6j. ആ രീതിയിലാണ് കോംപ്ലക്സ് നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ ന്യൂമറിക് ടൈപ്പിൽ നമുക്ക് ഇന്റ് ടൈപ്പ് ഉണ്ട്, ഫ്ലോട്ട് ടൈപ്പ് ഉണ്ട്, കോംപ്ലക്സ് ടൈപ്പ് ഉണ്ട്. ഈ 3 ടൈപ്പുകളെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇവിടെ a is equal to 3, b equal to 2.65, d equal to 2.5j, print int is a. ഈ രീതിയിൽ നമുക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ വാല്യൂസ് പ്രിന്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ. ഇവിടെ b 2.65 തന്നെയാണ്. ഇവിടെ 2 + 5j, കോംപ്ലക്സ് ഈസ് അങ്ങനെ 2 + 5j, അത് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യും. ന്യൂമറിക് വാല്യൂസിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല ഫങ്ഷൻസ് അവൈലബിൾ ആണ്. ഈ ഫങ്ഷൻസ് നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഫങ്ഷൻസ് ആണ്. ABS, അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ. BIN, സ്ട്രിംഗ് ഓഫ് നമ്പർ ഇൻ ബൈനറി. അടുത്തത് DIV, മോഡ്. അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഡിവിഡൻഡ് ഡിവിഷനും കൊടുത്താൽ ഇന്റിജർ ഡിവിഷൻ ആൻഡ് റിമൈൻഡർ, അത് ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഫ്ലോട്ട്, that is used to convert a string to float. Hex, you can convert an integer to hexadecimal value. Int, you can convert a string to int type. ഇനി int എന്നുള്ള ഫംഗ്ഷനിൽ സ്ട്രിംഗ് കോമ ബേസ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ബേസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് സാധിക്കും. OCT, ഒരു ഇന്റിജർ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒക്ടാൽ ഇക്വലന്റ് കണ്ടുപിടിക്കാൻ OCT ഉപയോഗിക്കാം. പവർ, വാല്യൂ എക്സ്പോണന്റ് കൊടുത്തു കഴിഞ്ഞാൽ എക്സ്പോണന്റിന്റെ വില നമുക്കിവിടെ കണ്ടുപിടിക്കാൻ സാധിക്കും. റൗണ്ട് ഫംഗ്ഷൻ ഉണ്ട്, വാല്യൂ. ഇനി റൗണ്ട് വാല്യൂ കോമ പ്ലേസസ്, എത്ര ഡെസിമൽ പ്ലേസിൽ റൗണ്ട് ചെയ്യണം എന്നുള്ളത് പറയാം. STR, വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ഒരു ഡെസിമൽ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാൻ STR ഫംഗ്ഷൻ ഉപയോഗിക്കാം. സം വാല്യൂസ്, ഇവിടെ നിങ്ങൾ ഒരു ലിസ്റ്റ്, ഒരു സീക്വൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ സം ചെയ്യാനായിട്ട് സം ഉപയോഗിക്കാം. ഇനി ആ രീതിയിൽ സം ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഫംഗ്ഷൻസ് എല്ലാം നമുക്ക് ഇന്റഗ്രൽ അല്ലെങ്കിൽ ഇന്റിജറിന്റെ വിവിധ വകഭേദങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. മറ്റൊരു ഡേറ്റ ടൈപ്പാണ് ബൂളിയൻ ഡേറ്റ ടൈപ്പ്. ബൂളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, ഈ വാല്യൂസ് സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേരിയബിൾ ആണ് അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പാണ് ബൂളിയൻ എന്ന് പറയുന്നത്. അപ്പോൾ
ഇവിടെ നമ്മൾ ടൈപ്പ് ഡിക്ലറേഷൻ ഒന്നുമില്ല. എ ഈക്വൽ ടു ട്രൂ, ബി ഈക്വൽ ടു ഫോൾസ്, പ്രിന്റ് എ പ്രിന്റ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ഫോൾസും എന്ത് ചെയ്യാം ഇവിടെ കാണാം. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഇക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യാം. കണ്ടീഷൻസ് ട്രൂ ഓർ ഫാൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. റിലേഷണൽ എക്സ്പ്രഷൻ ഫോം ചെയ്യാനൊക്കെ നമുക്ക് ഈ ബൂളിയൻ വേരിയബിൾസും കോൺസ്റ്റൻസും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും. മറ്റൊരു കാറ്റഗറിയാണ് സ്ട്രിങ്സ് എന്ന് പറയുന്ന കാറ്റഗറി. സ്ട്രിങ് ഒരു പക്ഷേ മുമ്പ് ജാവയിൽ നിങ്ങൾ സ്ട്രിങ് എന്നുള്ള ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ട്രിങ് എന്നുള്ളത് പൈത്തണിലെ ഒരു ഡേറ്റ ടൈപ്പ് ആണ്. അതൊരു ക്ലാസ് ഉപയോഗിച്ചാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡേറ്റ ടൈപ്പാണ് സ്ട്രിങ്. ഇത് സ്ട്രിങ് ഇൻ പൈത്തൺ ആർ identified as a contiguous set of characters represented in the quotation mark. കൊട്ടേഷൻ മാർക്കിലാണ് ഡബിൾ കോട്ട്സിനകത്ത് നമ്മൾ കൊടുക്കുന്ന, അത് സിംഗിൾ കോട്ടോ ഡബിൾ കോട്ടോ ആകാം, കൊടുക്കുന്ന ഏത് ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെ നമുക്ക് സ്ട്രിംഗ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. Python allows either pair of single or double quotes for representing string. ഇനി ഈ സ്ട്രിങ്ങിന്റെ ഏത് സബ്സെറ്റും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഓപ്പറേറ്റർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദാറ്റ് ഓപ്പറേറ്റർ ഈസ് കോൾഡ് സ്ലൈസിംഗ് ഓപ്പറേറ്റർ. അത് വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് പിന്നെ നമുക്ക് നോക്കാവുന്നതാണ്. മാത്രമല്ല ഈ സ്ട്രിങ്ങിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും കണ്ടന്റ് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇൻഡെക്സ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഇൻഡെക്സ് കൊടുത്തിട്ട് ഏത് ക്യാരക്ടറും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0-യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ str എന്ന് പറയുന്നത് വെൽക്കം എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് ആണ്. ശ്രദ്ധിച്ചോളൂ, str പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ വെൽക്കം പ്രിന്റ് ചെയ്യും. str സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ട്രിങ്ങിനകത്ത് 0 ആദ്യത്തെ ക്യാരക്ടറാണ് 0 w. അതുപോലെ തന്നെ സ്ട്രിംഗ് 2:5 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ക്യാരക്ടർ മുതൽ 5ാമത്തെ ക്യാരക്ടർ വരെ. 2 എന്ന് പറയുമ്പോൾ 0, 1, 2, L മുതൽ 3, 4, 5, 5ന് താഴെയുള്ളത്. അപ്പൊ ഏതാ 0, 1, 2, 3, 4 LCO, അതാണ് 2 to 5. അപ്പൊ 0 മുതൽ തുടങ്ങണം. ആദ്യത്തേത് ഏതാണോ അത് മുതൽ ലാസ്റ്റ് ഏതാണോ അതിന് തൊട്ട് പിന്നിലുള്ള ഒന്ന് കുറച്ചുള്ള ഭാഗം വരെയുള്ളതാണ് വരുന്നത്. ഇനി 2 കോളം കൊടുത്തു കഴിഞ്ഞാൽ 2 മുതലുള്ള എല്ലാം കാണും. ഇനി മറ്റൊന്ന് ഈ സ്ട്രിങ്ങിനകത്ത് സ്റ്റാർ എന്നുള്ളത് കൊടുക്കാം. str *2 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ വെൽക്കം 2 പ്രാവശ്യം എന്ത് ചെയ്യും, അത് കാണിക്കും. *3 കൊടുത്തു കഴിഞ്ഞാൽ വെൽക്കം 3 പ്രാവശ്യം. അതുപോലെ തന്നെ പ്ലസ് എന്നുള്ള ഓപ്പറേറ്റർ നമുക്ക് ഉപയോഗിക്കാം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് കമ്പൈൻ ചെയ്യാൻ വേണ്ടി, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാം. ഈ നിലയിൽ സ്ട്രിംഗ് ഉപയോഗിക്കാൻ സാധിക്കും. സ്ട്രിംഗ് ഉപയോഗിച്ച് അനേക ഫങ്ഷനാലിറ്റീസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. സ്ട്രിംഗ് ക്ലാസ്സിലെ മെത്തേഡ്സ് അനേകം ഉണ്ട്. ചിലത് മാത്രം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. കൗണ്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഒരു പാറ്റേൺ എത്ര പ്രാവശ്യം ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം. അതുകൂടാതെ ഈസ് ആൽഫ, അത് ആൽഫ അത് ആൽഫ ന്യൂമറിക് ആണെങ്കിൽ അത് ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഈസ് ഡിജിറ്റ് ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യും. റീപ്ലേസ്, ഒരു പാറ്റേണിനെ മറ്റൊരു പാറ്റേൺ കൊണ്ട് റീപ്ലേസ് ചെയ്യാം, റീപ്ലേസ് ഉപയോഗിക്കാം. സ്പ്ലിറ്റ്, അതിനകത്ത് ഏതെങ്കിലും ഒരു ഡെലിമീറ്റർ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിനെ പല സ്ട്രിങ്ങുകളായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ട്രിം, അതിനകത്തുള്ള ട്രെയിലിംഗ് സ്പേസസ് കട്ട് ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കാം. ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഈ ഫങ്ഷൻസ് വളരെ പ്രയോജനപ്പെടുന്ന ഫങ്ഷൻസ് ആണ്. ചില പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. വേർഡ് പ്രോസസ്സിങ്ങിന് നമുക്കത്
ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫൈൻഡ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫോർമാറ്റ്, ഒരു സ്ട്രിങ്ങിനെ ഒരു പ്രത്യേക ഫോർമാറ്റിൽ മാറ്റി എഴുതാനായിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം. അപ്പോൾ ഈ നിലയിൽ സ്ട്രിങ് എന്നുള്ള ക്ലാസ് ഉപയോഗിച്ച് സ്ട്രിങ് ഡാറ്റ ടൈപ്പ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സ്ട്രിങ്ങിന്റെ ചില ഓപ്പറേഷൻസ് നമ്മൾ ഫെമിലിയർ ആണ്. നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത ചില ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്. ഇൻ എന്നൊരു ഓപ്പറേറ്റർ ഉണ്ട്, നോട്ട് ഇൻ എന്നൊരു ഓപ്പറേറ്റർ ഉണ്ട്. ഇവിടെ എക്സ് ഇൻ എസ് എന്ന് പറഞ്ഞാൽ എക്സ് എസിന്റെ സബ്സ്ട്രിങ് ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. എക്സ് നോട്ട് ഇൻ എസ് എന്ന് പറഞ്ഞാൽ എക്സ് എസിന്റെ സബ്സ്ട്രിങ് അല്ലെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. എസ് പ്ലസ് ടി പ്ലസ് അത് കൺകാറ്റനേഷൻ ആണ്. അടുത്തത് സ്റ്റാർ. സ്റ്റാർ എന്ന് പറയുന്നത് സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ആണ്. എന്നാൽ ഇവിടെ മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് സ്ട്രിങ് ഉണ്ടാക്കാൻ സ്റ്റാർ ഉപയോഗിക്കാം, ഫോളോഡ് ബൈ എ വാല്യൂ. ഇനി ഇൻഡെക്സ് ഓപ്പറേഷൻ, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഒരു ഇൻഡെക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ലെൻ ഈസ് എ ഫംഗ്ഷൻ. ഈ നിലയിൽ സ്ട്രിങ്ങിനകത്ത് ചില ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ നമുക്ക് സാധിക്കും. ഡാറ്റ ടൈപ്പിന്റെ കൺവേർഷൻ പലപ്പോഴും നമുക്ക് ഒരു ടൈപ്പിൽ നിന്ന് മറ്റൊരു ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് നമുക്ക് ഏത് ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യണോ ആ ടൈപ്പിന്റെ പേര് കൊടുത്ത് ബ്രാക്കറ്റിനകത്ത് ആ വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്തു. ഉദാഹരണമായിട്ട് ഒരു സ്ട്രിങ് ഉണ്ടെങ്കിൽ അതിനെ സ്ട്രിങ് അല്ല എന്തൊരു വേരിയബിൾ ഉണ്ടെങ്കിൽ അതിനെ ഇൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇന്റ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഫ്ലോട്ടിലേക്ക് മാറ്റണമെങ്കിൽ അതിനെ ഫ്ലോട്ട് എന്നുള്ള ആ ഫംഗ്ഷൻ ഉപയോഗിക്കാം. സ്ട്രിങ്ങിലേക്ക് മാറ്റണമെങ്കിൽ str എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതുപോലെ ഹെക്സിലേക്ക് മാറ്റാൻ ടപ്പിൾ അതൊന്നും ഇത് പഠിക്കും, അതിലേക്ക് മാറ്റാനായിട്ട്. ഡാറ്റ ടൈപ്പുകളിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇന്റ്, അതുപോലെ ഫ്ലോട്ട്, കോംപ്ലക്സ്, പിന്നെ ബൂളിയൻ, സ്ട്രിംഗ്. ഇനി മറ്റു ചില ഡാറ്റ ടൈപ്പുകളുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം.